ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മളുടെ കുറച്ച് മോർണിംഗ് റുട്ടീൻ, കുറച്ച് മോർണിംഗ് വിശേഷങ്ങളാണ്. അപ്പോൾ അതിൽ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ രാവിലെ മുട്ടക്കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ കുറച്ച് മുട്ട, ഒരു 3-4 മുട്ട കുക്കറിൽ ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചു. അതിന് ശേഷം സവോളയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇത്രയും ഐറ്റംസ് വെച്ചിട്ട് മുട്ടക്കറി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് ബോയിൽ ചെയ്തിട്ടുണ്ട്. ഒരു 2 വിസിൽ കേൾപ്പിച്ച് മുട്ട അതിനുശേഷം റെഡിയാക്കി എടുത്തു. അതിനുശേഷം മുട്ടക്കറിയുടെ ബാക്കിയുള്ള പരിപാടിയിലാണ്. അപ്പോൾ പാനിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വിശേഷങ്ങളും അതുപോലെ തന്നെ ഇതിൽ ഒരു അൺബോക്സിങ് വീഡിയോ, അൺബോക്സിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ ആർഭാടത്തോടുകൂടി പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ നൈബർ ഫ്രണ്ട് ഫിനീത, അവളെനിക്ക് നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേനും കുറച്ച് ഐറ്റംസ്, അവളുടെ വീട്ടിലുണ്ടായ കുറച്ച് നാടൻ ഐറ്റംസ് എനിക്ക് കൊണ്ട് തന്നു. പിന്നെ കുറച്ച് സ്നാക്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം അതെല്ലാം അൺബോക്സ് ചെയ്യുന്ന സാറായ്ക്ക് വേണ്ടി ഫിനി തന്നതാണ് കുറച്ച് ഐറ്റംസ്. അപ്പോൾ അതൊക്കെ കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ. അവൾ എനിക്ക് എന്തൊക്കെയാണ് കൊണ്ട് തന്നതെന്നൊക്കെ ഉള്ളത് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ സാറ സ്കൂളിൽ പോയിട്ട് തിരിച്ച് വിളിച്ചുകൊണ്ട് വരുന്നതും അങ്ങനെയുള്ള നമ്മുടെ ഡെയിലി സംഭവിക്കുന്ന കുറച്ച് മോർണിംഗ് റുട്ടീൻസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള കുറച്ച് കുഞ്ഞു കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കുക്കിങ്, അതുപോലെ തന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സെർവിങ്, കഴിക്കൽ എല്ലാം ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. നമ്മുടെ എണ്ണ ചൂടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന സവോളയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. അപ്പോൾ നന്നായിട്ട് സവോള വഴലണം. അപ്പോൾ കുറച്ച് ഉപ്പും ഇട്ടിട്ട് കുറച്ച് നേരം അടച്ചു വെക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് എന്ത് ചെയ്യുക, അടിയിലൊന്നും പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ കുറേ ദിവസം കൂടിയിട്ട്, എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, വയ്യ ജലദോഷമാണ് എന്ന് പറഞ്ഞ് ബ്ലാക്ക് ടീ എന്നായിരുന്നു എന്നും പറയാറ്. കുറേ ദിവസം കൂടിയിട്ട് ഇന്ന് പാൽ ചായ വെച്ചു. നമ്മുടെ വയ്യായികയും ക്ഷീണവും എല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ടു. അപ്പോൾ അതിലേക്ക് പാലെടുത്ത് ചേർക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പൊടികളൊക്കെ ഇട്ടായിരുന്നു. ഈ മുട്ടക്കറിയിലേക്ക് ഞാൻ ഇട്ടത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് പെരിഞ്ജീരകപ്പൊടിയും ഉപ്പും പിന്നെ പച്ചമുളകും ഇട്ടിട്ടുണ്ടല്ലോ. എരിവിന് വേണ്ടിയിട്ട് ചില്ലി പൗഡറും പച്ചമുളകുമാണ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ കുരുമുളക് പൊടി ഇട്ടില്ല. കാര്യം എന്താ വെച്ചാൽ എല്ലാം കൂടെ ആക്കി ഓവറാക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം ഓൾറെഡി പച്ചമുളകും മുളക് പൊടി ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ഇനിയിപ്പം കുരുമുളക് പൊടിയുടെ ആവശ്യമില്ല. മഞ്ഞൾപ്പൊടി മാത്രം ഇടുന്ന കറികൾക്കാണ് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് തേങ്ങാപ്പാലെടുത്ത് അതിലേക്ക് ആഡ് ചെയ്തു. അതിന് ശേഷം മുട്ടയൊക്കെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് മുട്ടയും ഒരു 4 മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചായ എന്ന് പറയുന്നത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മുട്ടക്കറിയും ഏകദേശം ആയിട്ടുണ്ട്. അപ്പം ഇനി ഒന്നും കൂടെ ഈ ചാറൊക്കെ ഒന്ന് ഇരുന്ന് വറ്റി ഒന്ന് കുറുകണം. അപ്പോഴാണല്ലോ നമ്മുടെ മുട്ടക്കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇപ്പം രാവിലെ ഒരാവശ്യത്തിന് വേണ്ടി പുറത്തു പോയിരുന്നു. അപ്പം ഇക്കത്ത് കുറച്ച് ലേറ്റായിട്ടാണ് തിരിച്ചെത്തിയത്. സമയം കുറച്ച് ലേറ്റായി. അതുകൊണ്ട് ഇക്കക്ക് ചൂട് ചായ ഇരുന്ന് കുടിക്കാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ട് തന്നെ വണ്ടിയിലേക്ക് പോകുന്ന വഴിക്ക് കുടിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ഫ്ലാസ്ക് പോലത്തെ ഒരു സംഭവമാണ്, ഇതിലൊഴിച്ച് ചായ കൊടുത്തു വിടുകയാണ്. അതാകുമ്പോൾ ചൂട് പോവാതെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണിത്. അപ്പോൾ ഇക്കയുടെ ചായയാണ് ഞാൻ ഈ ഒഴിക്കുന്നത്. അപ്പോൾ ഇക്ക ബ്രേക്ക്ഫാസ്റ്റൊക്കെ പെട്ടെന്ന് ധൃതി വെച്ചിട്ട് പെട്ടെന്ന് ടൈം പോയായിരുന്നു. അപ്പോൾ ഹറിബറി ആയിട്ട് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പം അല്ല, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മളിന്ന് രാവിലെ മുട്ടക്കറിയും അതുപോലെ തന്നെ വെറുതെ കഴിക്കാൻ തോന്നിയത് കൊണ്ട് നമ്മുടെ കടവത്തൂർ റെസ്റ്റോറൻറ്റിൽ നിന്ന് പൊറോട്ടയാണ് വാങ്ങിച്ചത്. അവിടുത്തെ പൊറോട്ട എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് കറിയൊന്നും വേണ്ട, വെറുതെ കയ്യിൽ പിടിച്ച് നമ്മൾ ചൂറ് പൊറോട്ട ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. എണ്ണ അറിയാതെ നമ്മൾ കഴിക്കും. 2-3 എണ്ണമൊക്കെ നമ്മൾ അറിയാതെ ഓട്ടോമാറ്റിക്കലി കൈ പിടിച്ച് തന്നെ കഴിച്ചു പോകും. അതായത് നമുക്ക് കാലി ചായയുടെ കൂടെ നമുക്ക് ഈ പൊറോട്ട കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഇവിടുത്തെ പൊറോട്ട എന്ന് പറയുന്നത്. സംഭവം ചെറുതാണ്, നമ്മുടെ വളരെ തിന്നാണ്. അതുപോലെ തന്നെ വട്ടവും അതിൻ്റെ ഡയമീറ്റർ, അതിൻ്റെ റൗണ്ട് എന്ന് പറയുന്നതും വളരെ ചെറുതാണ്. ചെറിയ പൊറോട്ടയാണ്, പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പൊറോട്ട എന്ന് പറയുന്നത് വെറുതെ കഴിക്കാനാണ് ഇഷ്ടം.
ചായയും കൂട്ടി വെറുതെ കഴിക്കാനാണ് ഇഷ്ടം. പിന്നെ ഞാൻ കറി വെച്ചത് കൊണ്ട് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് മുട്ടക്കറിയും കൂട്ടി പൊറോട്ട കഴിക്കുകയാണ്. അപ്പോൾ ഇക്ക ഓൾറെഡി ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി. സാറായും ബ്രേക്ക്ഫാസ്റ്റൊക്കെ സാറായും എന്ത് ചെയ്തു, സ്കൂളിലേക്ക് പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഫ്രീ ആയിട്ട് കുറച്ച് ദിവസം കൂടിയാണല്ലോ, റിലാക്സ് ചെയ്ത് ഒരു ഗ്ലാസ് ചൂട് ചായയും ഒക്കെ കൂട്ടി നല്ല ചൂട് പൊറോട്ട, അടിപൊളി അടിച്ച ചൂട് പൊറോട്ടയും അതുപോലെ തന്നെ മുട്ടക്കറിയൊക്കെ കൂട്ടി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അടിപൊളി പൊറോട്ട, ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി പൊറോട്ട. ഞാൻ വെറുതെ പറയുന്നതല്ല, ഭയങ്കര ടേസ്റ്റാണ് ഈ പൊറോട്ട. വെറുതെ ബാക്കി പൊറോട്ട ഉണ്ടായിരുന്നു, അതൊക്കെ പാനിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് വെറുതെ കടിച്ച് കഴിക്കുകയായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പം മുട്ടക്കറി, അപ്പോൾ ഇക്കായ്ക്ക് ഇന്ന് മുട്ടക്കറി വെക്കുന്നത് കൊണ്ട് പൊറോട്ട വാങ്ങിക്കാൻ ഇങ്ങോട്ട് പറഞ്ഞു. കാരണം വെള്ളയപ്പം ഉണ്ടായിരുന്നു, ദോശയുണ്ട്, പുട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ചില ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെ കഴിക്കാൻ തോന്നുമല്ലോ പൊറോട്ട എന്ന് പറയുമ്പോഴത്തേനും. ചില ദിവസങ്ങളിൽ പൊറോട്ട കഴിക്കാൻ തോന്നാറുണ്ട്. അപ്പോൾ ചിക്കൻ കറി വെച്ചിട്ട് പൊറോട്ട ഇതുപോലെ വാങ്ങിക്കാറുണ്ട്. അതുപോലെ തന്നെ ചില ദിവസങ്ങളിൽ മുട്ടക്കറി വെച്ചിട്ടും ഇതുപോലെ പൊറോട്ട വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഞാനിതാ എൻജോയ് ചെയ്ത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിനുശേഷം ഇതാ സാറാനെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം സാറാനെ വിളിക്കാൻ പോകുന്നതും സൈറൂനെ റെഡിയാക്കിയതും ഒന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് ഫിനി, അവൾ നാട്ടിൽ നിന്ന് വന്നിട്ട് റൂമിലേക്ക് വന്നായിരുന്നു. അപ്പം ഞങ്ങൾ രാവിലെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് പോയപ്പോൾ ഞാൻ ഓടി അങ്ങ് വരുമായിരുന്നു. അപ്പോൾ വന്ന പാടെ തന്നെ, ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയ പാടെ തന്നെ സാറയുടെ ബസ്സാണ് കണ്ടത്. കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. അപ്പോൾ ഇതാ മോള് ബസ്സിൽ ഇരുന്ന് നല്ല ഉറക്കമൊക്കെ ആയിരുന്നു. ഉറങ്ങിയതിന് ശേഷം ഇതാ മോള് പയ്യനെ ഇറങ്ങി വരികയാണ്. അപ്പോൾ അവൾ ബസ്സിൽ ഒരു 1 hour ഇരുന്ന് ഉറങ്ങുന്നത് കൊണ്ട് തന്നെ ആൾ കുറച്ച് ഫ്രഷ് ആയിട്ടാണ് വരുന്നത്. കാര്യം എന്ന് വെച്ചാൽ ആ ടയേർഡ്, ഉറക്കത്തിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ മാറിയിട്ട് വെളുപ്പിനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാണല്ലോ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 മണിക്കൂർ ഉറങ്ങുന്നത് കൊണ്ട് തന്നെ, ബസ്സിലിരുന്ന് ഉറങ്ങുന്നത് കൊണ്ട് തന്നെ നല്ല ഫ്രഷ് ആയിട്ട് പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വലിയ ഉറക്കവും കാര്യങ്ങളൊന്നുമില്ല, ആൾ ആക്റ്റീവാണ്. അപ്പോൾ സാറ സ്കൂൾ വിട്ട് വന്നു. അപ്പോൾ അപ്പോൾ സാറ ലിഫ്റ്റിൽ ഇരുന്ന് എന്തൊക്കെയോ കാണിക്കുകയാണ് അവൾ. അപ്പം അവൾക്കും കുറവുണ്ട്, നമുക്കെല്ലാവർക്കും അത്യാവശ്യം ജലദോഷവും അതുപോലെ തന്നെ ചുമയും കഫക്കെട്ടും കാര്യങ്ങളും എല്ലാം നല്ല കുറവുണ്ട്. അപ്പോൾ ഇതാ ഫിനി ആൻറ്റി, ഞാൻ പറഞ്ഞല്ലോ നൈബർ ഫ്രണ്ട് ഫിനി, അപ്പോൾ അവൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് ഐറ്റംസ് കൊണ്ടുവന്നു. അപ്പോൾ സാറ വന്ന പാടെ അതാണ് എടുത്ത് നോക്കുന്നത്. അപ്പോൾ സാറ അത് എന്തൊക്കെയാണെന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്, യൂണിഫോം പോലും മാറാതെ അതെന്തൊക്കെയാണെന്ന് സാറൊക്കെ കാണണം. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ നീ എടുത്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ ഓരോരോ ഐറ്റംസ് എടുത്ത് നോക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് കുറച്ച് അടിപൊളി കാന്താരി മുളകാണ്. അപ്പം അവളുടെ വീട്ടിലുണ്ടായത് നമുക്ക് തന്നതാണ്. പിന്നെ സാറാക്ക് വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് മിക്സർ, സാറയ്ക്ക് വേണ്ടിയിട്ട് അവൾ സ്നാക്സ് ഒക്കെ കണ്ടപ്പോൾ സാറ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ടുള്ള ചിപ്സ്, ബനാന ചിപ്സ്, പിന്നെ ഫ്രഷായിട്ട് ബാക്കി വീട്ടിൽ നിന്ന് പറിച്ചെടുത്ത കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ അവളുടെ വീട്ടിലുണ്ടായ കപ്പ, പിന്നെ ഇതിൻ്റെ അകത്ത് പിന്നെ ഉള്ളത് കറിവേപ്പില, എല്ലാം കവറിലായതുകൊണ്ടും ഒരുമിച്ചായതുകൊണ്ടും നമുക്ക് കാണാൻ ബുദ്ധിമുട്ട്. നമ്മുടെ പ്ലം കേക്ക്, അതുപോലെ തന്നെ അവളുടെ വീട്ടിലുണ്ടായ കുറച്ച് പഴം, കറിവേപ്പില, മാങ്ങ, അങ്ങനെയുള്ള കുറേ ഐറ്റംസ്, അടിപൊളിയായിട്ടുള്ള കുറച്ച് ഐറ്റംസാണ്. അപ്പോൾ സാറായിക്ക് എല്ലാം സാറായിക്ക് ഇപ്പം തന്നെ നോക്കണം, യൂണിഫോം പോലും മാറാതെ നിന്ന നിപ്പിൽ നോക്കണം. അതുകൊണ്ടാണ് ഞാൻ നിന്ന നിപ്പിൽ ഇതെല്ലാം സാറ എടുത്ത് വലിച്ചു വാരി നോക്കി. അപ്പം ഞാൻ എന്ത് ചെയ്തു, എല്ലാം ഒന്ന് പ്ലേറ്റിലേക്കൊക്കെ എടുത്ത് മാറ്റിയതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഐറ്റംസ്. സംഭവം മാങ്ങായും നെല്ലിക്കായും മുളകും കറിവേപ്പിലയും പഴവും എല്ലാം വീട്ടിലുണ്ടായത് തന്നെ അടിപൊളി ഐറ്റംസ്. പിന്നെ കപ്പയും അവളുടെ വീട്ടിലുണ്ടായത്. പിന്നെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മിക്സർ, സാറയുടെ ഫേവറേറ്റാണ് മിക്സറും, അതുപോലെ തന്നെ ബനാന ചിപ്സ്, ഇങ്ങനെയുള്ള പിന്നെ കേക്ക്, പ്ലം കേക്ക്, അതും നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരുന്നത്. നിങ്ങൾ കണ്ടല്ലോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഇതൊക്കെയാണ് എൻ്റെ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ താങ്ക് യു ഫോർ